വർഷങ്ങൾക്ക് മുൻപ് കണ്ട സിനിമകൾ വീണ്ടും തിയേറ്ററിൽ കാണുന്ന ആവേശത്തിലാണ് മലയാളികൾ ഇപ്പോൾ. അത് പണ്ടത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട. റീ റിലീസ് ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അവയ്ക്ക് കിട്ടുന്ന കളക്ഷനെ പറ്റി ചിന്തിക്കാറുണ്ടോ? ഒന്ന് പരിശോധിച്ചാലോ. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ റീ റിലീസ് ചെയ്ത സിനിമകളുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 300 കോടി രൂപയാണ്. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 60 ചിത്രങ്ങളാണ് 2.5 വർഷത്തിനിടെ റീ റിലീസ് ചെയ്തത്. ഇവയിൽ ഏറ്റവും വിജയം നേടിയ ഹിന്ദി ചിത്രം സനം തെരി കസമാണ്. അതും 41 കോടി രൂപ. ഹിന്ദി ചിത്രങ്ങളായ തുമ്പാട്, യേ ജവാനി യേ ദിവാനി, തമിഴിലെ ഗില്ലി എന്നിവയും റീ റിലീസിൽ മികച്ച വിജയം നേടിയതാണ്. ഇവയുടെ ഓവർസീസ് കളക്ഷൻ കൂടി കണക്കാക്കിയാൽ തുക ഇനിയും കൂടും. റീ റിലീസ് ചെയ്തവയിൽ 37 എണ്ണം 1 കോടിയിലേറെ നേടി. റീ റിലീസിൽ നഷ്ടം വന്നവ തികച്ചും കുറവും തന്നെ. ഹിന്ദിയിലും തമിഴിലുമാണ് കൂടുതൽ റീ റിലീസുകൾ ഉണ്ടായിട്ടുള്ളത്. ഇവയിൽ പഴയ ഫിലിമിലുള്ള ചിത്രങ്ങൾ മിക്കതും റീമാസ്റ്റർ ചെയ്തായിരുന്നു ഇറക്കിയത്. അതിന് ശരാശരി 1 കോടി രൂപ ചെലവും വരും. എങ്കിലും നഷ്ടം സംഭവിക്കില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ സ്വന്തം മലയാളത്തിലേക്ക് വന്നാൽ 8 ചിത്രങ്ങളാണ് മലയാളത്തിൽ റീ റിലീസ് ചെയ്തത്. മലയാളത്തിൽ റീ റിലീസ് ചെയ്ത സിനിമകൾ 17 കോടിയിലേറെ നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ദേവദൂതൻ, മൺചിത്രത്താഴ്, ഛോട്ടാ മുംബൈ, സ്ഫടികം, ഒരു വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങളും നേട്ടമുണ്ടാക്കി. ബിഗ് ബജറ്റിൽ വരുന്ന പല പുത്തൻ ചിത്രങ്ങളും പരാജയപ്പെടുമ്പോഴാണ് റീ റിലീസുകൾ വിജയമാകുന്നത്. തേന്മാവിൻ കൊമ്പത്ത്, രാവണപ്രഭു, 2020, ഉദയനാണ് താരം തുടങ്ങിയ സിനിമകൾ ഈ വർഷം തന്നെ റീ റിലീസിന് തയ്യാറാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്.